കൊട്ടാരക്കര പെരുങ്കുളം ഗവൺമെന്റ് വെൽഫെയർ എൽ.പി. സ്കൂളിൽ മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. കുട്ടികൾക്ക് കൈ കഴുകാൻ പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. അപകട സാധ്യത നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി എടുക്കുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കൊട്ടാരക്കര പെരുങ്കുളത്തുള്ള WLP സ്കൂളിലാണ് നമ്മളുള്ളത്. ഏകദേശം 40 വർഷം പഴക്കമുള്ള സ്കൂളാണ്. പ്രീ പ്രൈമറി സ്കൂളാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുരുന്നുകൾ ഉച്ചഭക്ഷണം കഴിഞ്ഞും അല്ലാതെയൊക്കെ വന്ന് കൈ കഴുകുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ചുറ്റുമതിലിനോട് കെട്ടിയ ഒരു സ്ഥലമാണ്. ഇതാണ് ഇപ്പോൾ ഇടിഞ്ഞ് താണിരിക്കുന്നത്. വലിയൊരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവരും അടക്കം ഇവിടെ പാത്രം ഒക്കെ കഴുകുന്ന ഒരു പ്രധാന സ്ഥലവും കൂടിയാണ്. കിണറും തൊട്ടടുത്താണ്. വലിയൊരു താഴ്ചയിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയൊരു അപകടത്തിലേക്ക് നീങ്ങും. നിരവധി തവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സമീപത്തെ പഞ്ചായത്തിലെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇത് കെട്ടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടവർ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയൊന്നും തന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരടക്കം പറയുന്നത്. നമുക്ക് ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സമീപിച്ചിരുന്നു. പഞ്ചായത്തിനെ 2 പ്രാവശ്യം സ്കൂളിൽ നിന്ന് HM സമീപിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം സമീപിച്ചപ്പോഴും അവരിൽ നിന്നും യാതൊരു വിധമായ സമീപനവും നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇടിഞ്ഞു വീണതിന് ശേഷം പഞ്ചായത്ത് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ വന്നതിന് ശേഷം 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇത് കണ്ടാൽ മനസ്സിലാവും 10,000 രൂപയ്ക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ഇടപെടൽ ഈ പരാതി നൽകിയ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. വെറും പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ ഇനി ഇതിൻ്റെ ബാലൻസ് ഭാഗവും കൂടി അടർന്നു വീഴുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരു കൈ കഴുകാനുള്ള ഒരു സംവിധാനം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ നിരുത്തരവാദിത്വപരമായ ഒരു സമീപനമാണ് ഇങ്ങനൊരു രീതിയിലേക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ആശങ്കയിലാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും PT ആയാലും സ്കൂളിലെ അധ്യാപകർ അനധ്യാപകരെല്ലാം ആശങ്കയിലാണ്. കാരണം ഇത് വീണ്ടും ഒരു മഴ പെയ്താൽ ഇനി ഇത് അടുത്ത ഭാഗം ഉൾപ്പെടെ ഇവിടെ തന്നെ ഇളകിയിരിക്കുകയാണ്. ഇത് ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണുള്ളത്. ശരിക്കും വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രീ പ്രൈമറി സ്കൂളാണ്. പരിമിതമായ സാഹചര്യത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ PTA ഫണ്ടും വളരെ പരിമിതമാണ്. പക്ഷേ അടിയന്തരമായി നല്ലൊരു ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സംരക്ഷണമായിട്ട് ഈ മതിലടക്കം കെട്ടി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഈ അപകട ഭീഷണി ഉടൻ തന്നെ മാറ്റണം. ഇവിടുത്തെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, News 18 കൊട്ടാരക്കര.